കേൾക്കാവോ? ഹലോ. കേൾക്കാം. ഓക്കെ. എന്നാണ്ട് വിശേഷം? ന്യൂ ഇയർ ആയിട്ട് എല്ലാരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചിരിക്കുകയാണോ? ഹലോ. ഓക്കെ ഓക്കെ. പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ദിവസങ്ങൾ കുറവാണ്. എല്ലാവരും പഠിക്കുന്നൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കുന്നു. എല്ലാവർക്കും സുഖമൊക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? ഇനിയിപ്പം എൻ്റെ ഇത് കിട്ടാതെ പോകുന്നതാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് നമ്മുടെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ബാക്കിയുള്ള ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, 3ാമത്തെ ചാപ്റ്റർ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കാണാലോ അല്ലേ? കേരളം, മണ്ണും മഴയും മനുഷ്യനും. ഇതിൻ്റെ നമ്മൾ ഓൾറെഡി കണ്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഭൂപ്രകൃതി, കേരളത്തിലെ ഭൂപ്രകൃതി 3 തരത്തിലുണ്ട്. തീരപ്രദേശം, മലനാട്, ഇടനാട്. അത് നമ്മൾ ഓൾറെഡി 5ാം ക്ലാസ്സിലെ പോർഷൻസിൻ്റെ അകത്ത് കണ്ടതാണ്. പക്ഷെ അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. പിന്നെ മണ്ണിന്റെ പ്രത്യേകത, പിന്നെ അത്യാവശ്യം കൃഷി കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ. പിന്നെ സമയമുണ്ടോ നോക്കട്ടെ. ഈ ഒരു ചാപ്റ്ററിന്റെ തന്നെ ഏകദേശം ഒരു കണക്ട് ചെയ്ത് വരുന്നതാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ, ഉൽപാദന പ്രക്രിയ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ ഞാൻ മൊത്തം കഥയും കാര്യങ്ങളും വായിച്ചു പോകുന്നില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ പ്രധാന മണ്ണിനങ്ങളിലാണ് തുടങ്ങുന്നത്. ഇവിടെ ജസ്റ്റ് കുറച്ച് കൃഷിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെ കാര്യം നമ്മുടെ കേരളത്തിലെ പ്രധാനമായിട്ടും അരി, നെല്ല്, അല്ലെങ്കിൽ ഇതെല്ലാം എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, പച്ചക്കറികളൊക്കെ എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞൊരു ഒരു അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇതുണ്ട് മുളക്, മല്ലി, പയറ്, കടല, ഇതൊക്കെ കേരളത്തിന് പുറത്തുനിന്ന് എത്തുന്ന സാധനങ്ങളാണ്. പിന്നെ പൂക്കളൊക്കെ ആണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ് കൂടുതലായിട്ടും. നമ്മൾ ഈ ഓണത്തിനൊക്കെ ആണെങ്കിലും എല്ലാം പൂക്കൾ ഇടുന്നല്ല ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കൂടുതൽ പൂക്കൾ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവരുന്നതെന്നൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ ഇങ്ങനെ പപ്പ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ നോക്കി, പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്തുകൂടെ? ഇതിനടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പച്ചക്കറികളായിക്കോട്ടെ, പൂക്കളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് നമ്മുടെ നാടുകളിലൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെ വേണം? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വളക്കൂറുള്ള മണ്ണ് വേണം, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, മനുഷ്യാധ്വാനം. നമ്മൾ അധ്വാനിക്കണം, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ ബാക്കിയുള്ള കാലാവസ്ഥ, പിന്നെ വളക്കൂറുള്ള മണ്ണ് വേണം, ജലലഭ്യത, ഇതെല്ലാം അതിനിടയിലുള്ള അടിസ്ഥാന ഘടകങ്ങളാണ്. ഇനി നോക്കിക്കേ, ഇവിടെ അയൽനാടുമായ ഒരു താരതമ്യം. നമുക്കറിയാം നമ്മുടെ കേരളവുമായിട്ട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന അയൽ സംസ്ഥാനമാണ് ആര്? നമ്മുടെ തമിഴ്നാട്. അപ്പൊ തമിഴ്നാടും നമ്മുടെ കേരളവുമായിട്ടുള്ള ഒരു ചെറിയൊരു കമ്പാരിസൺ ഇവിടെ നടത്തുകയാണ്. അതായത് മണ്ണിന്റെ കാര്യത്തില്, ജലലഭ്യതയുടെ കാര്യത്തില്. നോക്കിക്കേ, ആദ്യം നമ്മൾ നോക്കുന്ന മണ്ണിന്റെ കാര്യത്തിലാണ്. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ് ഏതൊക്കെ? എക്കൽ മണ്ണ്, ലാട്രൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ്. ഏതൊക്കെയാണ്? എക്കൽ മണ്ണുണ്ട്, ലാട്രൈറ്റ് മണ്ണുണ്ട്, വനമണ്ണുണ്ട്, ചെമ്മണ്ണുണ്ട്. ഇതെല്ലാം കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ്. ഇനി നമ്മുടെ തമിഴ്നാട്ടിലാണെങ്കിലോ, ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാട്രൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ്. പക്ഷെ നമ്മുടെ കേരളത്തിലും തീരദേശ മണ്ണുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ഈ ഒരു 4 കാര്യം നമ്മൾ കൂടുതലായിട്ടും പറയുന്നത്. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലാണെങ്കിലോ, ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാട്രൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസിൽ വേണം തരാം. തമിഴ്നാട്ടിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ പെടാത്ത ഏത്, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് കേരളത്തിൽ കാണപ്പെടുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. നമ്മുടെ കേരളത്തിലെ ആണെങ്കിൽ എക്കൽ മണ്ണ്, ലാട്രൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്. തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിനങ്ങളാണെങ്കിൽ ചെമ്മണ്ണുണ്ട്, കറുത്ത മണ്ണുണ്ട്, ലാട്രൈറ്റ് മണ്ണുണ്ട്, തീരദേശ മണ്ണുണ്ട്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ ജലലഭ്യത തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജലലഭ്യത തന്നിട്ടുണ്ട്. നോക്കി, നമ്മുടെ കേരളത്തില് വാർഷിക മഴ എത്രയാ? 300 സെന്റിമീറ്റർ നമുക്ക് മഴ ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ തമിഴ്നാട്ടിലാണെങ്കിലും അത് 95.9 സെന്റിമീറ്ററേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം തമിഴ്നാട്ടിലേക്കാളും കുറച്ചുകൂടെ കൂടുതൽ മഴ ലഭിക്കുന്ന എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. ഇനി നമ്മുടെ കേരളത്തിൽ എത്രയാ? 44 നദികളുണ്ട്. നമ്മുടെ തമിഴ്നാട്ടിലാണെങ്കിലോ 14 നദികളേ ഉള്ളൂ. പിന്നെ മഴ ലഭിക്കുന്നതിനാൽ പലയിടങ്ങളിലും ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യകത ഇല്ല. അതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞേക്കുന്നതാണ്. അതായത് മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ, നമുക്ക് ആവശ്യത്തിനുള്ള മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലെയുള്ള ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യകത വലിയധികം വേണ്ടി വരുന്നില്ല. പക്ഷെ തമിഴ്നാട്ടിലാണെങ്കിലോ, മഴ കുറവായതിനാൽ ജലസേചന സൗകര്യം വ്യാപകമായി ഏർപ്പെടുത്തേണ്ടതുണ്ട്.
അപ്പം ഈ രണ്ട് കമ്പാരിസൺ നടത്തിയിരിക്കുന്നതാണ്. നമ്മുടെ ജലലഭ്യതയുടെയും വളക്കൂറുള്ള മണ്ണിന്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം മഴ തമിഴ്നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തില് കൂടുതലാണ് മഴ. ഇപ്പൊ തമിഴ്നാട്ടിൽ കുറവാണ്, ഇത്ര സെന്റിമീറ്ററിലാണ് അവിടെ മഴ പെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഇവിടെ 44 നദികളുണ്ട്. പിന്നെ തമിഴ്നാട്ടിലാണെങ്കിലോ ആകെ 14 നദികളേ ഉള്ളൂ. പിന്നെ അവിടെ കുറെ ജലസേചന പദ്ധതികളെല്ലാം ഉണ്ട്, ധാരാളം ഉണ്ട്. കാരണം അവിടെ മഴ കുറവാണ്. അപ്പൊ ഈ വരുന്ന വെള്ളം മഴ പെയ്യുന്നതനുസരിച്ച് അവർ സൂക്ഷിച്ചു വെക്കും, ഓരോ ജലസേചന പദ്ധതികളൊക്കെ തുടങ്ങും. പിന്നെ നമുക്കറിയാം അവിടെ കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ എപ്പോഴും തന്നെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, നമ്മൾ കാണാറുള്ളതുമാണ്. പക്ഷെ എന്നാലും നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ മഴ വളരെ കുറവാണ്. ഇനി നോക്കിക്കേ, കേരളത്തിലും തമിഴ്നാട്ടിലും ഏതാണ്ട് ഒരേ തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത്, അല്ലെ? നമ്മളിപ്പോ കണ്ടായിരുന്നു, എക്കൽ മണ്ണുണ്ട്, അല്ലെങ്കിൽ തീരദേശ മണ്ണ്, പിന്നെ നമ്മുടെ കറുത്ത മണ്ണല്ല, ലാട്രേറ്റ് മണ്ണ്. ഇതൊക്കെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേ തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. എന്നാൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ എക്കൽ മണ്ണ് കേരളത്തിലാണുള്ളത്. അപ്പൊ നമ്മുടെ കേരളത്തില് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? നമ്മുടെ എക്കൽ മണ്ണാണ്. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ്, മഴയുടെ ലഭ്യതയിലാകട്ടെ കേരളം തമിഴ്നാടിനേക്കാൾ ഏറെ മുന്നിലാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ കേരളത്തിനെക്കാട്ടിലും മഴ എവിടെ കുറവാണ്? തമിഴ്നാട്ടിൽ കുറവാണ്. കേരളത്തിലാണ് കുറച്ചുകൂടെ കൂടുതൽ മഴ ലഭിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും പ്രത്യേകതകളാണ്, ജസ്റ്റ് അത് തമ്മിൽ ഒരു കമ്പാരിസൺ, ജലലഭ്യതയുടെയും നമ്മുടെ മണ്ണിന്റെ കാര്യവും പറഞ്ഞതിൽ ഒരു കമ്പാരിസൺ നടത്തിയതാണ് നമ്മൾ കേരളവും തമിഴ്നാടും തമ്മിൽ. ഇനി ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഭൂപ്രകൃതി, കേരളത്തിന്റെ ഭൂപ്രകൃതി വൈവിധ്യവും കൃഷിയും. നമുക്കറിയാം കേരളത്തിലെ ഭൂപ്രകൃതി സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഏതാണ്? നമ്മുടെ തീരപ്രദേശം, ഈ മഞ്ഞ കളറുള്ള തീരപ്രദേശം, നടുക്ക് വരുന്ന നമ്മുടെ ഇടനാട്, മേളിലുള്ളത് മലനാട്, അല്ലെ? സമുദ്രനിരപ്പിൽ നിന്നും ഉള്ള ഒരു ഉയരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു മാപ്പിന്റെ നമ്മൾ സൂചികകളൊക്കെ പഠിച്ചതാണ്. നോക്കിക്കേ, ഇവിടെ സൂചിക തന്നിട്ടുണ്ട്, കാണാലോ അല്ലെ? കുറച്ച് മങ്ങിയായിരിക്കും അല്ലെ? ഇവിടെ നോക്കിക്കേ, തീരപ്രദേശമാണെങ്കിൽ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ 7.5 മീറ്റർ ഉയരത്തിലിരിക്കുന്നതാണ് നമ്മുടെ തീരപ്രദേശം. ഇനി ഇടനാടാണെങ്കിലോ സമുദ്രനിരപ്പിൽ നിന്നും 7.5-നും പിന്നെ 75 മീറ്ററിനും ഇടയിൽ വരുന്നതാണ് നമ്മുടെ ഇടനാട്. മലനാടാണെങ്കിൽ ഈ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇത് നമ്മുടെ മലനാട്. അതങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ, ആ ഒരു കണക്ക് അതിന്റെ ഉയരം അതൊന്ന് ഓർത്തിരിക്കണേ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് നോക്കിക്കേ, നിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാമെന്ന് മുൻ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ ഓൾറെഡി അത് പഠിച്ചതാണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം, അതെങ്ങനെയാ? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇനി അതിന്റെ ഓരോന്നിന്റെയും പ്രത്യേകതകള്, വൈവിധ്യമാർന്ന വിളകള്, ഇതെല്ലാം നമ്മൾ ഇനി നോക്കാൻ പോവാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഓരോന്നിലും കൃഷി ചെയ്യുന്ന വിളകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ് നമ്മുടെ ഭൂപ്രകൃതി. അപ്പൊ നമ്മുടെ മലനാട്ടിലും ഇടനാട്ടിലും തീരപ്രദേശങ്ങളിലൊക്കെ പ്രത്യേകം തരത്തിലുള്ള കൃഷികളാണ് കൃഷി ചെയ്യുന്നത്. തീരപ്രദേശത്താണ് കൂടുതൽ തെങ്ങുകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും കാണപ്പെടുന്നത്. നമ്മുടെ ഇടനാട്ടിലാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ റബ്ബർ, നമ്മുടെ സാധാരണ മാവ്, പ്ലാവ്, തെങ്ങൊക്കെ, അങ്ങനെ നെല്ല്, അതെല്ലാം പോവും. മലനാട്ടിലേക്ക് വരുമ്പോൾ കൂടുതലും ഏലം, കുരുമുളക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ അന്ന് ഓൾറെഡി പറഞ്ഞു പോയതാണ്, പക്ഷെ കൂടുതൽ സവിശേഷതകളാണ് ഇനി നമ്മൾ ഓരോ നാടിന്റെ, അതായത് മലനാട്, ഇടനാട്, തീരപ്രദേശത്തിന് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, നമ്മുടെ മലനാട് ഏറ്റവും ഉയരത്തിൽ കിടക്കുന്ന മലനാടാണ് കാണുന്നത്. നോക്കിക്കേ, കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. അപ്പൊ നിങ്ങൾ ഇനി നോക്കേണ്ടത് ഈ പാരഗ്രാഫ് അതേപടി എഴുതി വെക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ജസ്റ്റ് മലനാട് എന്നൊരു ഹെഡിങ് കൊടുക്കുക. അതിന്റെ ഉയരം എത്രയായിരുന്നു? സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ. അത് ഓൾറെഡി അന്ന് നിങ്ങൾ ക്ലാസ്സിൽ എഴുതിയതാണ്, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ എഴുതിക്കോ, കുഴപ്പമില്ല. എന്നിട്ട് അതിന്റെ പ്രത്യേകതകൾ മാത്രം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ടായിട്ട്, വളരെ ഷോർട്ടായിട്ട് അത് എഴുതിയാൽ മതി. അല്ലാതെ സെന്റൻസ് മൊത്തം എഴുതണമെന്നൊന്നും ഞാൻ പറയില്ല. വളരെ ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. ഇതിന്റെ പ്രത്യേകതകളൊന്ന് എഴുതി പോയാൽ മതി. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു 4 പ്രത്യേകതകൾ വന്നിട്ട് ഇത് ഏതിന്റെയാണ് എന്ന രീതിയിലും ചോദിക്കാം. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ. ചോദിച്ചോട്ടെ? എന്തോ?
പിന്നെ ഇത് ഫസ്റ്റ് കാറ്റഗറിക്കാർക്ക് ഉണ്ടാവോ? ഫസ്റ്റ് കാറ്റഗറിക്കാർക്കോ ആ സോഷ്യൽ സയൻസോ? ഇല്ലടാ, നമുക്ക് ആ 3, 4 ക്ലാസ്സിലേ കൂടുതലായിട്ട് വരുള്ളൂ കേട്ടോ. ആണല്ലേ. ആ, സെക്കൻഡ് ഓക്കെ കേട്ടോ. കാറ്റഗറിയിലായിരിക്കും കുറച്ചുകൂടെ കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, എന്നാ വേറെ സബ്ജക്ട് പഠിക്കാലോ. കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ആ, ശരി ശരി. ആ, കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. അതായത് നമ്മൾ പറഞ്ഞു മലനാട്, ആ ഒരു ഉയരത്തിന്റെ ഒരു പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. അവിടെ നോക്കി, കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പുമാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ നോക്കിക്കേ, സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ് ഇവിടം. ഇവിടം കൃഷി ചെയ്യുന്ന ഏലം, തേയില, നമ്മൾ പറഞ്ഞു ഏലവും തേയിലയും നമ്മുടെ കുരുമുളക് കൂടുതലായിട്ടും കാണപ്പെടുന്നത് നമ്മുടെ ഈ മലനാട്ടിലാണ്. അപ്പൊ അതിന്റെ ഫോട്ടോസ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഈ വിളകൾക്ക് ആവശ്യമായ ഒരു ഭൂമിശാസ്ത്ര ഘടകങ്ങൾ, അതായത് മലനാടിന്റെ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ തന്നിട്ടുണ്ട്. നോക്കിക്കേ, താപനില 30°C താഴെയായിരിക്കും. ധാരാളമായി ലഭിക്കുന്ന മഴയുണ്ട്. നീർവാർച്ചയുള്ള മണ്ണ്. അതാണ് ഇതെല്ലാം ഈ മലനാടിന്റെ പ്രത്യേകതകളാണ്. നമ്മൾ പറഞ്ഞു ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, കൂടുതലും മഞ്ഞ് തണുപ്പൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ ഇവിടെ ഏലം തേയിലയൊക്കെയാണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്. പിന്നെ അതിന്റെ പ്രത്യേകതകൾ, 30°C താഴെയാണ് താപനില വരിക. ധാരാളമായിട്ട് മഴ ലഭിക്കുന്ന ഒരു സ്ഥലം എന്ന് നമ്മുടെ ഈ മലനാടാണ്. അപ്പൊ ഈ ഒരു പ്രത്യേകതകളാണ് നമ്മുടെ മലനാടിനുള്ളത്. നോക്കിയേ, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധ വിളകൾക്കും തേയില, കാപ്പി തുടങ്ങിയവയ്ക്കും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്ന് ലഭിച്ച സുഗന്ധ വിളകളുടെ പെരുമയാണ് കേരളത്തെ വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമാക്കിയതെന്ന് ചരിത്രം പറയുന്നു. നമുക്കറിയാം, പുറം നാട്ടിൽ നിന്നൊക്കെ കുറെ ആൾക്കാര് നമ്മുടെ തേയില അല്ലെങ്കിൽ കുരുമുളക്, ഏലം ഇതെല്ലാം കച്ചവടം നടത്തുന്നതിനൊക്കെ ആയിട്ട് വന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപോയ കാര്യങ്ങളായിരുന്നു. അപ്പൊ അവരെ എല്ലാം കൂടുതൽ ആകർഷിച്ച് ഈ മലനാടിന്റെ പ്രത്യേകതകളാണ്, അല്ലെങ്കിൽ അവയിൽ ഉള്ള ഈ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പ്രത്യേകതകളാണ് അവരെ കൂടുതലും ഇങ്ങോട്ട് നമ്മുടെ കേരളത്തിലേക്ക് ആകർഷിച്ചത്. എന്നാൽ കേരളത്തിന്റെ കാലാവസ്ഥയിലും ഭൂവിനിയോഗത്തിലും വന്ന മാറ്റങ്ങൾ ഈ മേഖലയിലെ കാർഷിക ഉൽപാദനത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇതിന്റെ പ്രത്യേകതകൾ മാത്രം, ഈ ഒരു മലനാടിന്റെ സവിശേഷതകൾ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി ഏതൊക്കെ കൃഷികളാണ് അവിടെ മലനാട്ടിൽ ഉള്ളതെന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കണേ. ഏലം, തേയില, നമ്മുടെ കുരുമുളക്, ഇഞ്ചി, മഞ്ഞളൊക്കെ കൂടുതലായിട്ടും കാണപ്പെടുന്ന ഈ മലനാട്ടിലാണ്. ഇത് നോക്കി, ഇവിടെ ഒരാളെ പറയുന്നുണ്ട്, ജോൺ ജോസഫ് മർഫി. അയർലൻഡ് സ്വദേശിയായ ഇദ്ദേഹം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആരാ? ജോൺ ജോസഫ് മർഫി. അപ്പൊ ആ ഒരു പേര് ഓർത്തിരിക്കുക. നമ്മുടെ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്ന അറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫിയാണ്. എന്ന് നോക്കി, അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്തായി 1902 റബ്ബർ കൃഷി തുടങ്ങി. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മർഫി. തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ അദ്ദേഹം പണിതു നൽകി. ഇതിൽ ഓർത്തിരിക്കേണ്ട ഈ ഒരു കാര്യം ഓർത്താൽ മതി, ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫിയാണ്. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ കണ്ടില്ല. ആ, വാതിലടച്ചേക്കാം. ഓക്കെ. അപ്പൊ ജോൺ ജോസഫ് മർഫിയാണ് നമ്മുടെ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു പേര് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് ജോൺ ജോസഫ് മർഫി. അപ്പൊ നമ്മൾ മലനാടിന്റെ പ്രത്യേകതകൾ കണ്ടു. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഇടയ്ക്കുള്ള നാട്, അതായത് ഇടനാട്. നോക്കിയ, തീരപ്രദേശത്തിനും ഇടനാടിന്റെ നമുക്കറിയാം ഉയരം എത്രയായിരുന്നു? 7.5-നും 75 മീറ്ററിനും ഇടയിലുള്ളതാണ് നമ്മുടെ ഇടനാടെന്ന് പറയുന്നത്. അപ്പൊ ഇടനാടിന്റെ പ്രത്യേകതകൾ നോക്കി, തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് നമ്മുടെ ഇടനാട്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണിത്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന്റെ ഭാഗമാണ്. മറ്റേതൊക്കെ വിളകളാണ് ഈ നാട്ടിൽ പ്രധാനമായി കൃഷി ചെയ്യുന്നതെന്ന് ചിത്രം നോക്കി കണ്ടത്. നമ്മുടെ കാപ്പിയൊക്കെ തന്നിട്ടുണ്ട്. കാപ്പിയുണ്ട്, കുരുമുളകും ഉണ്ട് കേട്ടോ.
നോക്കിക്കേ, തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് നമ്മുടെ ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഏത്? നമ്മുടെ ഇടനാട്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന്റെ ഭാഗമാണ്. പിന്നെ നമ്മുടെ കാപ്പിയുണ്ട്, റബ്ബറുണ്ട്, കുരുമുളകുണ്ട്. ഇതെല്ലാം എവിടെയാണുള്ളത്? നമ്മുടെ കൂടുതലായിട്ടും നമ്മുടെ ഇടനാട്ടിലാണ്. ധാരാളമായി ലഭിക്കുന്ന മഴ ഈ മേഖലയിലെ ചെറുകുന്നിൻ പ്രദേശങ്ങളിലെ ലാട്രേറ്റ് മണ്ണിന്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിന്റെയും സാമാന്യം കനത്ത ആവരണം തുടങ്ങി അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം. അതായത് നമ്മൾ പറഞ്ഞു, ധാരാളം കൃഷികൾ ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇടനാടാണ്. തീരപ്രദേശത്തിലെ മലനാടിനെക്കാട്ടിലും കൂടുതൽ വിളവൈവിധ്യമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇടനാടാണ്. അപ്പം ധാരാളമായിട്ട് മഴ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിലെ ചെറുകുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിന്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിന്റെയും സാമാന്യം കനത്ത ആവരണം തുടങ്ങി അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം. കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമാണ് ഇവിടെ. അപ്പൊ റബ്ബർ കൃഷി ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? നമ്മുടെ ഇടനാട്ടിലാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. അതുവരെ മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറികളും വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. ഏത്തവാഴ കൃഷിയും ഈ മേഖലയിൽ വ്യാപകമായിരുന്നു. ഇടനാടിന്റെ ഈ വിളവൈവിധ്യം അതിവേഗം റബ്ബറിന് വഴിമാറുകയാണ്. ചെറിയ കൃഷിയിടങ്ങൾ പോലും ഇന്ന് റബ്ബർ കൃഷിക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിയാൽ ഏറെക്കാലം വിളവ് ലഭിക്കുമെന്നത് റബ്ബറിന്റെ മേന്മയാണ്. അപ്പൊ നമുക്കറിയാം, റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഏതാണ്? നമ്മുടെ ഇടനാട്ടിലാണ് റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. പിന്നെ ഇപ്പം വിലയുടെ ഒക്കെ കാര്യം അത് നമ്മൾ അധികം ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കണ്ട. പിന്നെ നമുക്കറിയാം ഇപ്പൊ വില കുറവാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും റബ്ബർ കൃഷി ഏറ്റവും കൂടുതൽ എവിടെയാണ്? നമ്മുടെ ഇടനാട്ടിലാണ്. ഇനിയാണ് നമ്മുടെ മൂന്നാമത്തെ ആള് നമ്മുടെ തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് ഏത്? നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു, അത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ ഉയരത്തില്, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് വലിയധികം ഉയരക്കൂടുതലൊന്നും ഇല്ല, ആ ഒരു പ്രദേശമാണ് ഏത്? നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിന്റെ നിക്ഷേപം നെൽകൃഷിക്കും തീരപ്രദേശങ്ങളിലെ ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുകൂലമാണ്. അപ്പൊ എക്കൽ മണ്ണിന്റെ താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിന്റെ നിക്ഷേപം നമ്മുടെ നെൽകൃഷിക്കും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലെ ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് നമ്മുടെ തെങ്ങ് കൃഷിക്ക് ഏറെ അനുകൂലമാണ്. ഈ വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന തീരപ്രദേശ മേഖലകൾ കാലക്രമേണ ജനവാസ കേന്ദ്രങ്ങളായി മാറാൻ തുടങ്ങി. ഇത് കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായ കുറവുണ്ടാക്കി. വിത്ത്, വളം തുടങ്ങിയവയിലെ വിലവർദ്ധനവ് കൃഷി ആദായകരമല്ലാതാക്കി. ഇതുമൂലം കർഷകർ മറ്റു തൊഴിലുകളിലേക്ക് മാറാൻ നിർബന്ധിതരായി. അതായത് തീരപ്രദേശത്തുള്ളവരുടെ കാര്യമായിട്ടോ പറയുന്നത്. അപ്പൊ അവര് കൃഷി പിന്നീട് വിട്ട് അവർ കൂടുതലും മത്സ്യബന്ധനത്തിലേക്കാണ് കൂടുതലായിട്ടും അവര് ഏർപ്പെട്ടിരുന്നത്. അപ്പൊ ആ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ 3 കാര്യങ്ങളും പറഞ്ഞു. അതായത് നമ്മുടെ മലനാട്ടിലെ പ്രത്യേകതകള്, ഭൂസവിശേഷതകൾ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ഇടനാട് പറഞ്ഞു, പിന്നെ നമ്മുടെ തീരപ്രദേശം പറഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്തെ വിളവൈവിധ്യങ്ങൾ അല്ലെങ്കിൽ ആ നാടിന്റെ ഓരോ സവിശേഷതകള്, മഴ ലഭിക്കുന്ന പ്രത്യേകതകള്, ഏതൊക്കെ കൃഷികളാണ് അവിടെ കൂടുതലായും ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. അപ്പൊ ആ പ്രത്യേകതകൾ ഞാൻ ഈ PDF ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു, പക്ഷെ ഒന്നുകൂടെ ഞാൻ ഇട്ട് തരാം. അപ്പൊ ആ പ്രത്യേകതകൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിക്കണം കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാലേ നിങ്ങൾക്ക് ഒരു തൃപ്തി ഉണ്ടാവുന്നതാണെങ്കിൽ അങ്ങനെ വായിക്കുക. അല്ലാത്തവർ ജസ്റ്റ് നോട്ട് ചുമ്മാ ഷോർട്ടായിട്ട് എഴുതിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പൊ ആ രീതിയിൽ തന്നെ അത് പഠിച്ചു പോവാം കേട്ടോ. പിന്നെ നമ്മുടെ സോഷ്യൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റ് ഷോർട്ട് നോട്ടിനെക്കാട്ടിലും വായിച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാകില്ല, അങ്ങനെയൊക്കെ ചിലരൊക്കെ കാണുമല്ലോ. എനിക്കൊക്കെയാണ് സോഷ്യൽ വായിച്ചില്ലെങ്കിൽ ഒരു ഇതില്ല, ആ പാരഗ്രാഫ് ഒരു നന്നായിട്ട് വായിച്ചില്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാകത്തില്ല. അപ്പം ഓരോരുത്തർക്കും എങ്ങനെയാണ് ആ ഒരു രീതിയിൽ അത് പഠിച്ചു പോകുക. അപ്പൊ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നോളാം, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. കൂടുതൽ കഥയും കാര്യങ്ങളൊന്നും വായിക്കണ്ട. ആ ഓരോ ഹെഡിങ്ങിന്റെ താഴെ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞു പോയല്ലോ, ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണ് ഇനി അടുത്ത കുറച്ച് ഭാഗം കൂടിയുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക്
കൃഷിയെ നെഞ്ചിലേറ്റിയ നാട്. നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. കേരളം ഒരു കാർഷിക സംസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവായി അനേകം ആഘോഷങ്ങളും ആചാരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലെ ചില പഴഞ്ചൊല്ലുകൾ ശ്രദ്ധിക്കൂ. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പിയിലും മാണിക്യം, കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം, തിരിമുറിയാതെ തിരുവാതിര ഞാറ്റുവേല. ഇതെല്ലാം കൃഷിയും കാലാവസ്ഥയും നമ്മുടെ സംസ്കാരത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നതിനുള്ള തെളിവുകളാണ്. അപ്പൊ ഈ പഴഞ്ചൊല്ലുകളൊക്കെ കൂടുതലായിട്ടും നമ്മുടെ മലയാളത്തിന്റെ അകത്തൊക്കെ ഏറ്റവും മലയാളത്തിന്റെ അകത്താണ് ചോദിക്കുക. എന്തെങ്കിലുമൊക്കെ പഴഞ്ചൊല്ലുകൾ വന്നിട്ട് അതിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ആ പഴഞ്ചൊല്ല് കൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം എന്താണ്, അങ്ങനെയൊക്കെ ജസ്റ്റ് ചോദിച്ചാലുള്ളതേ ഉള്ളൂ. ഇതൊക്കെ കൃഷിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി നോക്കിക്കേ, മാറുന്ന ഭൂവിനിയോഗം, മാറുന്ന ജീവിതക്രമം. ഇവിടെ കുറച്ച് വിളകളുടെ ഭൂവിസ്തൃതിയിൽ ഓരോ വർഷത്തിലും നെല്ല്, മരച്ചീനി, റബ്ബർ, തെങ്ങ്, അതില് ഭൂവിസ്തൃതി ഓരോ വർഷത്തെ ഇപ്പൊ 2011 വരെയുള്ള കണക്കാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് 2025 അപ്പൊ പുതിയത് അപ്ഡേറ്റ് ആയിട്ട് ഇനിയിപ്പം അടുത്ത വർഷത്തെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 6ാം ക്ലാസ്സിലെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഇനിയിപ്പോ അടുത്ത വർഷം മാറുമല്ലോ. അപ്പൊ അടുത്ത വർഷത്തിലെ ടെക്സ്റ്റ് ബുക്ക് കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതില് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 ടോപ്പിക്കുകളൊക്കെ കൂടുതലായിട്ടും കുറവായിട്ടൊക്കെ പോയിട്ടുള്ളൂ. പക്ഷെ അപ്പൊ ഈ ടേബിളൊക്കെ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ട് വരുമായിരിക്കും നമുക്ക് വിശ്വസിക്കാം. ഇത് ജസ്റ്റ് ആ ഒരു മുൻ വർഷത്തിലെ ആ ഭൂവിസ്തൃതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ കുറഞ്ഞും കൂടിയെല്ലാം പോയിട്ടുണ്ട്. ഓരോ വർഷങ്ങൾക്കനുസരിച്ച് കുറഞ്ഞു പോയതുകൊണ്ട് അതുപോലെ തന്നെ കൂടിപ്പോയതുകൊണ്ട് അത് ജസ്റ്റ് കണക്കുകൾ ഇങ്ങനെ തന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതിനനുസരിച്ച് നമ്മുടെ ജീവിതക്രമം മാറി. അതായത് നമുക്കറിയാം പണ്ടത്തെ കാലത്ത് കൂടുതലും എല്ലാവരും തന്നെ പാടത്തും പറമ്പിലും ഒക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യർക്ക് അങ്ങനെ അധ്വാനിക്കാൻ അത്യാവശ്യം മടിയാണ്. പക്ഷെ എന്നാലും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ സമൂഹത്തിൽ കുറെ അങ്ങനെ പറമ്പ്, കൃഷി, പാടം അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുറെ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും കൂടുതലായിട്ടും മടി പിടിച്ചു പോയ ഒരു സാഹചര്യമാണ് നമ്മുടെ ഇന്നത്തെ ഇത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാടത്തും പറമ്പിലും ഒക്കെ അധ്വാനിച്ചിരുന്നവരായിരുന്നു നമ്മുടെ പഴയ തലമുറ. നൂതന തൊഴിൽ മേഖലകൾ വന്നതോടെ പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു. കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വരുമാനം മറ്റു മേഖലകളിൽ നിന്ന് ലഭിക്കുമെന്നതിനാൽ കൃഷി മെല്ലെ ഉപേക്ഷിക്കപ്പെട്ടു. പൊതുവെ കായികാധ്വാനം കൂടുതൽ വേണ്ട കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് മലയാളി പതുക്കെ പിന്മാറാൻ തുടങ്ങി. ഇത് ജീവിത രീതിയിലും ആരോഗ്യ സുരക്ഷയിലും അനവധി മാറ്റങ്ങൾക്കിടയായി. ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങളാണ് പുതുതലമുറ രോഗങ്ങളായ രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം എന്നിവയ്ക്ക് മുഖ്യ കാരണമത്രേ. ജീവിതശൈലി രോഗങ്ങൾ. അപ്പൊ ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ? രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം, ഇതെല്ലാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ്. കാരണം നമ്മള് പണ്ടത്തെ കാലത്തുള്ള ആൾക്കാർക്ക് കൂടുതൽ അസുഖങ്ങൾ ഇല്ലായിരുന്നു എന്നാ പറയുന്നത്. കാരണം അവരെന്നും അധ്വാനിക്കുമായിരുന്നു, നന്നായിട്ട് കൃഷി ചെയ്യുമായിരുന്നു, മണ്ണിൽ നന്നായിട്ട് പണിയെടുക്കുന്നവരായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ AC റൂമിന്റെ അകത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ ഇരിപ്പാണല്ലോ. അപ്പൊ ഇവിടെ എന്റെയൊക്കെ ആണെങ്കിലും എന്റെ അനിയനാണെങ്കിലും രാവിലെ 9 മണിക്ക് കയറിയ വൈകുന്നേരം 6 മണി വരെ ഇതിന്റെ അകത്ത് ഇരിപ്പാണ്. അപ്പൊ അവന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വേറെ എങ്ങോട്ടും പോകുന്നില്ല, AC-ക്കകത്ത് തന്നെ ഇരിപ്പാണ്. അപ്പൊ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ അത് ഹെൽത്തിനെയും നല്ല രീതിയിൽ ബാധിക്കും. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഇത് നമ്മുടെ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഇപ്പൊ അതിന് പറയാ, നമുക്ക് എപ്പോഴും ഇപ്പൊ കണ്ടുപോകുന്ന കാര്യങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. പണ്ടത്തെ കാലത്ത് ഇത്രയും ഇങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ അധ്വാന രീതിയൊക്കെ മാറി. അപ്പൊ അതിനനുസരിച്ച് രോഗങ്ങളും ഒക്കെ പിടിപെടാൻ തുടങ്ങി. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് നഗര കേന്ദ്രീകൃതമായ ജീവിത രീതിയിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. ഗ്രാമങ്ങളിൽ പോലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ അപര്യാപ്തമാണ്. വീട്ടിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കാനും പച്ചക്കറി തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും ഉപയോഗിക്കാനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. മാലിന്യം ദുർഗന്ധം വമിക്കാതെ സംസ്കരിക്കാൻ ഇന്ന് നിരവധി മാർഗങ്ങൾ പ്രചാരത്തിലുണ്ട്. പിന്നെ നമ്മുടെ ബയോഗ്യാസ് നിർമ്മാണം, അത് നമ്മൾ സ്കൂളുകളിലുണ്ട്, കൂടുതലായിട്ട് സ്കൂളുകളിലുണ്ട്, നമ്മുടെ വീടുകളിലുള്ളവരുണ്ട്. നമ്മൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ നമ്മുടെ വീടുകളിൽ കൂടുതലായിട്ടുണ്ട്. പിന്നെ ഈ കമ്പോസ്റ്റ് കുഴികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് പ്രകൃതിയെ ഈ മാലിന്യങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും. പിന്നെ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഒക്കെ കൊടുത്തു വിട്ടിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ കൂടുതലായിട്ട് നമ്മുടെ വീടുകളിൽ അങ്ങനെ കത്തിക്കാതെ ഒക്കെ നമ്മൾ അവരുടെയിലാണ് കൂടുതലായിട്ടും കൊടുത്തു വിടുന്നത്. ഇനി നോക്കി നമുക്ക് തേടാം ബദലുകൾ. അതായത് നമ്മൾ പറയും ഇപ്പം മണ്ണില്ല അല്ലെങ്കിൽ കൃഷി ചെയ്യാനുള്ള സ്ഥലമില്ല, അതുകൊണ്ടാണ് ഇതാണെന്നൊക്കെ കാരണങ്ങൾ പറയുമ്പോഴും നമ്മൾ മറ്റേ ഹൗ ഓൾഡ് ആർ യു അല്ലേ, നമ്മുടെ മഞ്ജു വാര്യന്റെ ആ ഒരു സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടായിരുന്നു, ടെറസിന്റെ മേളില്
കുറെ പച്ചക്കറിത്തോട്ടം. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രോ ബാഗ് മേടിച്ചിട്ടാണെങ്കിൽ പോലും നമ്മുടെ ഉള്ള ഒരു ഇടയില് പച്ചക്കറി, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഒരു വീട്ടിലേക്ക് ഒരു നേരത്തെ ആഹാരത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നിർമ്മിക്കുന്ന രീതിയിലേക്ക്, ആ ഒരു രീതിയിലേക്ക് കടക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറെ എന്താ വാർത്തകൾ തന്നിട്ടുണ്ട്. എനിക്ക് പെയിന്റ് ടിന്നിൽ ബാലുവിന്റെ കുട്ടിക്കൃഷി, പിന്നെ കൊച്ചു സിയയ്ക്ക് മാതൃക അമ്മ, പിന്നെ അമിത്തിന്റെ അടുക്കളത്തോട്ടം. അങ്ങനെ പിള്ളേർ കുറെ ഇപ്പൊ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ പോലും അടുക്കളത്തോട്ടം എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട്. പിള്ളേരാണെങ്കിൽ പോലും ചെറിയൊരു ഗ്രോ ബാഗ് ഒക്കെ എടുത്താണെങ്കിലും ഈ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. അതായത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിഷം അടിക്കാത്തതൊക്കെ നമുക്ക് കഴിക്കാം, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിയേ, ബദലുകൾ, സാധ്യതകൾ. കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷെ മണ്ണില്ല. നഗരവാസികളുടെ സ്ഥിരം പരാതികളിൽ ഒന്നാണിത്. ഹൈഡ്രോപോണിക്സ് അതിനൊരു പരിഹാരമാണ്. അപ്പൊ എന്താണ് ഹൈഡ്രോപോണിക്സ്? നോക്കിക്കേ, സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ച് നൽകുകയാണ് ഇവിടെ. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കൾ നൽകാവുന്നതാണ്. അപ്പൊ നമ്മൾ മണ്ണില്ലെങ്കിലും വെള്ളത്തില് ആ ഒരു ലായനിയിൽ, പ്രത്യേകതര ലായനിയിൽ നമ്മൾ ചെടികൾ വളർത്തുന്ന ആ ഒരു രീതിയാണ് നമ്മുടെ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് സ്ഥലം ഉള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ സഹായകമാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടിയാണ് ഈ കൃഷി രീതി നടപ്പാക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പയറും പാവലും ഒക്കെ മുകളിലേക്ക് പടരുന്നതിനാൽ സ്ഥലക്കുറവ് പ്രശ്നമാകില്ല. നോക്കിക്കേ, ഇവിടെ ഓരോരുത്തർ ചെയ്തേക്കുന്ന മത്സ്യകൃഷിയുണ്ട്, പിന്നെ നമ്മുടെ വാഴ കൃഷിയുണ്ട്. ഇത് കണ്ടോ, ടെറസിന് മണ്ടയില് ഹൈഡ്രോപോണിക്സ് ഉണ്ട്, അല്ലാതെ നമ്മുടെ ഈ ഗ്രോ ബാഗുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഫയലിൽ നിന്ന് വയലിലേക്ക്. ഇതുണ്ട്, ഓരോരുത്തരും കൃഷി ചെയ്ത രീതികളൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുട്ടനാട്ടിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ കർഷകരിൽ ഒരാളാണ് PJ തോമസ്. നെൽകൃഷിയിലാണ് അദ്ദേഹം തന്നെ കാർഷിക പരീക്ഷണം നടത്തിയത്. നോക്കിക്കേ, ചാണകം, ഗോമൂത്രം, പാടത്തെ മണ്ണ് തുടങ്ങിയവ പ്രത്യേക അനുപാതത്തിൽ കൂട്ടിക്കലർത്തി ഏതാനും ദിവസം അടച്ചുമൂടി വെച്ചു. ഈ മിശ്രിതം നെൽച്ചെടികൾക്ക് മീതെ വീശി ഒഴിച്ചു. ജൈവ മിശ്രിതമായതുകൊണ്ട് ചെടിയിൽ വീണാലും കുഴപ്പമില്ല. 15 ദിവസം വീതം ഇടവിട്ട് ഇത് 3 തവണ ആവർത്തിച്ചു. ആരോഗ്യത്തോടെ വളർന്ന നെൽച്ചെടികളിൽ നിറയെ കതിര്. രാസകൃഷി ചെയ്ത മറ്റു പാടങ്ങളിലൊക്കെ ഏക്കറിന് 2.5 ടൺ നെല്ല് കിട്ടിയപ്പോൾ തോമസ് ചേട്ടന് കിട്ടിയത് 3 ടൺ നെല്ല്. അതായത് ഓരോരുത്തരും പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെയൊക്കെ വിഷമില്ലാതെ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ ആരോഗ്യപരമായ ഇതുപോലെയുള്ള വിളകൾ നമുക്ക് എങ്ങനെ ലഭിക്കാം എന്നുള്ള രീതിയിൽ കുറെ പേര് അതിന്റെ പുറകെ നടക്കുന്നവരുമുണ്ട്. നല്ല രീതിയിൽ അധ്വാനിക്കുന്നവരുണ്ട്, അതിന്റെ രീതിയിൽ നടക്കുന്നവരുണ്ട്. പക്ഷെ എന്നാൽ കുറച്ച് പേര് അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ നടക്കുന്നവരും ഉണ്ട്. പക്ഷെ ആ ഒരു കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് കൃഷി ചെയ്യാം, അല്ലെങ്കിൽ മണ്ണില്ല, സ്ഥലമില്ല എന്ന് പറയുന്നവർക്ക് ഉപകാരപ്രദമായ കൃഷി രീതികളാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിയാൽ സർക്കാരിന്റെ പ്രോത്സാഹനം. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സ്കീമുകളും സർക്കാർ തലത്തിലുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അത്തരത്തിലുള്ള ഒരു സംരംഭമാണ്. അതായത് VFPCK എന്നുള്ളത്, അതായത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. അത് നമ്മുടെ സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. നമ്മുടെ ഈ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കീമുകൾ, അല്ലെങ്കിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ എന്ന രീതിയിൽ ഉള്ളൊരു പദ്ധതിയാണിത്, VFPCK. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. ഇനി പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂൺ ഇനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഈ എപ്പികൾച്ചർ, ക്യൂണികൾച്ചർ, ഹോർട്ടികൾച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറികൾച്ചർ അതെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. അതിൻ്റെ വരുന്ന ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്, പച്ചക്കറി കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ അവർ പറഞ്ഞിട്ടുണ്ട്, പഴങ്ങള്, പച്ചക്കറികള്, സുഗന്ധവിളകള്, കൂണിനങ്ങള്, ഔഷധ സസ്യങ്ങള് എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത്. തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഈ മിഷന്റെ ലക്ഷ്യമാണ്. കൃഷി വകുപ്പും കുടുംബശ്രീ മിഷനും മറ്റ് നിരവധി ഏജൻസികളും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാരിനെ സഹായിക്കുന്നുണ്ട്.
ഇനി ഇവിടെ നോക്കിക്കേ, ഹരിതഗൃഹ കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ്. എന്താണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവ വളർത്തുന്ന രീതിയാണിത്. അപ്പൊ എന്താണ് ഹരിതഗൃഹ കൃഷി? നമ്മുടെ കൊടും തണുപ്പുള്ള ഇടങ്ങളിലെ വിളകൾ നശിച്ചു പോകാതിരിക്കാൻ സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ്. ആ രീതിക്ക് പറയുന്ന പേരാണ് എന്ത്? ഗ്രീൻ ഹൗസ് ഫാമിംഗ്. ഓർത്തിരിക്കുക, നിങ്ങൾ ആ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അതെന്താണ്? അത് ഹരിതഗൃഹ കൃഷിയാണ്. അതായത് സ്ഫടിക കൂടിനുള്ളില് നമ്മുടെ ഈ വിളകള് നശിച്ചു പോകാതെ വളർത്തുന്ന ആ ഒരു രീതിയാണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഫാമിംഗ്. ഇനി കൃത്യാത കൃഷി, അതായത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതിയാണിത്. പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്യാത കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. നമ്മൾ ഹരിതഗൃഹ കൃഷി പറഞ്ഞ പോലെ തന്നെ വേറൊരു രീതിയിലുള്ളതാണ് നമ്മുടെ പ്രിസിഷൻ ഫാമിങ്. ഇനി അടുത്തതാണ് ഫെർട്ടിഗേഷൻ. വെള്ളവും വളവും കണികാരൂപത്തില് ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. അപ്പൊ ഈ ഒരു പേര് നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ളതല്ല. നമ്മുടെ ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത് എന്താ? വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. അതായത് തുള്ളിത്തുള്ളിയായിട്ട് നൽകുന്ന ആ ഒരു രീതിയാണ് നമ്മുടെ ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ വെള്ളവും വളവും കണികാരൂപത്തിൽ നൽകുന്ന ആ ഒരു എന്താ രീതിക്ക് പറയുന്ന പേരെന്താണ്? നമ്മുടെ ഫെർട്ടിഗേഷൻ എന്നാണ് പറയുന്നത്. ഇനി സ്ഫടിക രൂപത്തിലാണെങ്കിൽ അതേതാ? സ്ഫടിക രൂപത്തിലുള്ള ഒരു മുറിക്കുള്ളിൽ അതിൻ്റെ അകത്ത് നമ്മൾ നിർമ്മിക്കുന്നതാണെങ്കിൽ അത് നമ്മുടെ ഹരിതഗൃഹ കൃഷി എന്ന് പറയും. അപ്പൊ ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അതിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിന്റെ അകത്ത് പറയുന്നത്. നമുക്കറിയാം കർഷക ദിനം ചിങ്ങം 1 നമ്മുടെ കർഷക ദിനമായിട്ട് നമ്മൾ കേരളത്തിൽ ആചരിക്കുന്നത്. പിന്നെ ഇവിടെ ഹരിത കേരളം, അതായത് കേരളത്തിന്റെ ഭൂപ്രകൃതി, മണ്ണും കാലാവസ്ഥയെല്ലാം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. നമ്മൾ കൂടുതലും സ്കൂളുകളിലും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലും എല്ലാം പച്ചക്കറികൾ, അടുക്കളത്തോട്ടം, പിന്നെ സംസ്കരിക്കാനുള്ള എന്താ നമ്മുടെ കമ്പോസ്റ്റ് കുഴികള്, പ്ലാന്റേഷൻ, അതായത് എന്താ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം കൊണ്ട് നമ്മുടെ കേരളത്തെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ നല്ല കാലാവസ്ഥ, നമ്മുടെ പഴയ തരത്തിലുള്ള കാലാവസ്ഥകളെല്ലാം കൃത്യമായിട്ട് വരാനും അല്ലെങ്കിൽ വളക്കൂറുള്ള മണ്ണ് കൂടുതലായിട്ട് ഉണ്ടാകുവാനും അതിനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തെ കൂടുതൽ എന്താ വീണ്ടെടുക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ. പ്രധാനമായിട്ടും നമ്മുടെ മലനാട്, ഇടനാട്, തീരപ്രദേശം, പിന്നെ എന്താ ആ ഓരോന്നിന്റെ ആ 3 കാറ്റഗറി, അതായത് ആ 3 ഭൂപ്രകൃതിയിലെ സവിശേഷതകളാണ് പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് പറഞ്ഞു പോകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു കേരളത്തിലെ മണ്ണിനങ്ങളും പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ മണ്ണിനങ്ങളുടെ പ്രത്യേകതകള്, എന്താ ജലലഭ്യത, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിന്റെ അകത്ത് പറയുന്നത്. ഇനി നമുക്ക് സമയമുണ്ടോ? 9:30 കഴിഞ്ഞല്ലേ ഉള്ളൂ. നമുക്ക് ആ ഒരു യൂണിറ്റും കൂടെ, അത് വളരെ ചെറിയ യൂണിറ്റ് ആട്ടോ. നിങ്ങൾക്ക് ബോറൊന്നും അടിച്ചില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ആ ഒരു യൂണിറ്റ് കൂടെ ജസ്റ്റ് നോക്കാം. അതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരൊറ്റ ടോപ്പിക്കേ ഉള്ളൂ, ഉൽപാദന പ്രക്രിയ എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഉൽപാദന പ്രക്രിയ? അതിൻ്റെ അകത്ത് വരുന്ന 4 അടിസ്ഥാന ഘടകങ്ങൾ. ആ 4 അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് വരുന്നുള്ളൂ. നമ്മുടെ ഈ 4ാമത്തെ യൂണിറ്റ് അതുകൂടെ എടുത്തോട്ടെ. കുഴപ്പമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹലോ ഹലോ ക്ലാസ്സിലാരും ഇല്ലേ? ഹലോ, എല്ലാരും പോയോ? ഉണ്ട്. ഓക്കെ, ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ ഈ ഒരു ചാപ്റ്ററോടെ എടുക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നമ്മുടെ 4ാമത്തെ യൂണിറ്റ് ഉൽപാദന പ്രക്രിയയിലൂടെ. നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലെ? കേൾക്കത്തില്ല എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണല്ലോ അല്ലെ? എനിക്ക് നിങ്ങൾ അവിടുന്ന് സിമ്പിൾ എന്തെങ്കിലും ഇട്ടാൽ എനിക്കത് കാണത്തില്ല, ഇമോജി എന്തെങ്കിലും ഇട്ടാൽ എനിക്ക് കാണത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ 4ാമത്തെ യൂണിറ്റ് ഉൽപാദന പ്രക്രിയയിലൂടെ. അപ്പൊ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് തന്നെ നോക്കുകയാണ്. എന്താണ് ഉൽപാദനം അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ? നോക്കിക്കേ, മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ഉൽപാദന ഫലമായി ലഭിക്കുന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ഉൽപ്പന്നം എന്ന് പറയും. അപ്പൊ എന്താണ് ഉൽപാദനം, പ്രൊഡക്ഷൻ? മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ
പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ ആ സാധനങ്ങൾക്കും ഇനി ഏതൊക്കെ സേവനങ്ങൾ വഴിയാണോ ആ സേവനങ്ങൾക്കും അതെല്ലാം നമ്മൾ നിർമ്മിക്കുന്ന പ്രക്രിയക്ക് പറയുന്നതാണ് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷൻ വഴി നമുക്ക് ലഭിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, അതിന് ആ ഒരു എന്താ ആ ഒരു ഉൽപാദനം വഴി നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്ന് നമ്മൾ പറയാം. അതിന്റെ ആ ഒരു ഫലമാണ് എന്ത്, നമ്മുടെ ഉൽപ്പന്നം എന്ന് പറയുന്നത്, ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഉൽപാദനം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ? മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ ഉൽപാദനം അഥവാ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഉൽപാദനത്തിന്റെ ഫലമായി ലഭിക്കുന്നതിനെയാണ് നമ്മൾ ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നെല്ല് നമുക്ക് നമ്മുടെ അരിയായിട്ട് അത് ലഭിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം? നിലമൊരുക്കണം, വിത്ത് വിതയ്ക്കണം, കളപറിക്കലുണ്ട്, വളം വിതറലുണ്ട്, കഴിഞ്ഞെന്താ കറ്റ മെതിക്കലുണ്ട്, പിന്നെ നമ്മുടെ അരിയായിട്ട് ഇപ്പൊ ആണെങ്കിൽ ട്രാക്ടർ ആ ഒരു മെഷീനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുവഴി നമ്മുടെ കൊയ്ത്ത് യന്ത്രം ഉണ്ടല്ലോ, അതുവഴി നമ്മൾ അരിയായിട്ട് നമ്മുടെ വീടുകളിൽ അത് എത്തണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു ചിത്രം ഇത് ആദ്യം ഉണ്ടായിരുന്നു, ഞാനതിങ്ങ് മാറ്റിക്കൊണ്ട് പോയെന്നുള്ളതേ ഉള്ളൂ. നോക്കിക്കേ, ഇവിടെ ആ ഓരോ കാര്യങ്ങളും തന്നിട്ടുണ്ട് ഉണ്ടോ? കൊയ്ത്ത്, കറ്റമെതിക്കല്, നെല്ല് ശേഖരിക്കല്, ആ കൊയ്ത്ത് യന്ത്രം, കാളപൂട്ട്, ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നെല്ലുൽപാദനം എന്ന പ്രക്രിയയിൽ ഏതെല്ലാം ഘടകങ്ങളുടെ പങ്കാളിത്തമുണ്ട്? തൊഴിലാളികളുണ്ട്, പ്രകൃതി വിഭവങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യനിർമ്മിത ട്രാക്ടറുകളും കൊയ്ത്ത് യന്ത്രങ്ങളും അതെല്ലാം നമ്മുടെ മനുഷ്യനിർമ്മിതമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇതിന്റെ എല്ലാം പങ്കാളിത്തം, ഈ ഒരു പങ്കാളിത്തം എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് അവസാനം നമ്മുടെ വീടുകളിൽ നമ്മൾ കളിക്കുന്നത് ചോറായിട്ട് അത് തീരുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. ഇനി നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ഉൽപാദനം നമ്മുടെ മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് ഉള്ള സേവനങ്ങളും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ആ സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം നമ്മൾ പറഞ്ഞു. ഈ ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും അതിനാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്, അതാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് ഒരു ഉൽപാദനത്തിന്റെ, ഇവിടെ പറയുന്നുണ്ട്, ഒരു ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളാണ് ഉൽപാദന ഘടകങ്ങൾ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ആ ഒരു ഉൽപാദനത്തിന് ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഒരു ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയുടെ ചിത്രമാണ് നമ്മുടെ 4.2 ഇവിടെ തന്നിട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ ചേട്ടന്മാർ അതിന്റെ ആ ലേസ് കാര്യങ്ങൾ, അതിന്റെ ഔട്ട്ലൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ലോറി ഉണ്ട്, അതുവഴിയാണ് അത് കൊണ്ടുപോകുന്നത്. അവസാനം ഷൂ ആയിട്ട് കടകളിലൊക്കെ ഇരിക്കുന്ന ഒരു ഇത് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഏതൊക്കെ ഘടകങ്ങളുണ്ട്? കെട്ടിടങ്ങളുണ്ട്, യന്ത്രങ്ങളുണ്ട്, തൊഴിലാളികളുണ്ട്, വൈദ്യുതി ഉണ്ട്, സംഘാടകരുണ്ട്. അങ്ങനെ പൊതുവെ കുറെ ഘടകങ്ങളുണ്ട്. ആ ഒരു ചെരുപ്പ് നിർമ്മാണത്തിന്റെ മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളായിക്കോട്ടെ, ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അപ്പൊ അതിനെല്ലാം ഓരോരോ പലതരത്തിലുള്ള ഘടകങ്ങളുടെ എല്ലാം കൂടെ പങ്കാളിത്തത്തോടെയാണ് നമുക്ക് ഈ ഒരു ഉൽപ്പന്നം നമ്മുടെ കയ്യിൽ ലഭിക്കുന്നത്. നോക്കിക്കേ, ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ പൊതുവെ 4ആയിട്ട് തരംതിരിക്കാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഈ ഒരു 4 ഫാക്ടേഴ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ 4ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് 4എണ്ണം? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. LLCO, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അപ്പൊ ഈ 4 ഘടകങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് മെയിൻ ആയിട്ടും പറയുന്നത്. ഈ 4 ഘടകങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ തീർന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് താനും. അപ്പൊ നമ്മുടെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മെയിൻ ഫാക്ടേഴ്സ് 4 ഫാക്ടേഴ്സ് ഉണ്ട്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. നമുക്ക് ഓപ്ഷൻസിൻ്റെ അകത്ത് ഇങ്ങനെ തരാം: ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളിൽ പെടാത്തത്. ഈ ഒരു ഇതിൻ്റെ അകത്ത് 3 എണ്ണവും പിന്നെ വേറൊരു എക്സ്ട്രാ പുറത്തൊന്നും തന്നിട്ട് ഏതായിരിക്കും പെടാത്തതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വേറെ 3 എണ്ണം തന്നിട്ട് ഈ ഇതിൻ്റെ അകത്ത് ഒരെണ്ണം തന്നിട്ട് അങ്ങനെയും ചോദിക്കാം. അപ്പം നമ്മുടെ പൊതുവെ 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഉൽപാദനത്തിന് സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇനി ഓരോന്നിന്റെയും സവിശേഷതകൾ നോക്കാം. ഒന്നാമത്തെയാണ് നമ്മുടെ ഭൂമി, ലാൻഡ്. ഇവിടെ കുറെ പടമൊക്കെ തന്നിക്കുന്നുണ്ടോ? അപ്പൊ നോക്കിയേ, ഉൽപാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ പെടും. അതായത് സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്ന ആ ഒരു കോൺസെപ്റ്റിനകത്ത് വിടും. അതായത് ലാൻഡ് എന്ന കോൺസെപ്റ്റിനകത്ത് വിടുന്നതാണ് നമ്മുടെ സാധനങ്ങൾ ഉൽപാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ. ഭൗമ ഉപരിതലത്തിലെയും ഭൗമാന്തരീക്ഷത്തിലെയും
ഭൗമാന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കും. അതായത് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് ഭൗമ അന്തരീക്ഷത്തിൽ നിന്നായിക്കോട്ടെ, ഭൗമ ഉപരിതലത്തിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഭൗമ അന്തർഭാഗത്തു നിന്നായിക്കോട്ടെ, നിൽക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഏത് വിഭാഗത്തിൽ പെടും? നമ്മുടെ ലാൻഡ് എന്ന ആ ഒരു ഫാക്ടറിൻ്റെ അകത്ത് പെടുന്നതാണ്, നമ്മുടെ ഭൂമി എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ഇനി നോക്കിക്കേ, അപ്പോൾ ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയിൽ ഏതൊക്കെ പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടും? എന്തൊക്കെ പെടും? മണ്ണുണ്ട്, ജലമുണ്ട്, വനങ്ങളുണ്ട്, വായുണ്ട്, കൽക്കരിയുണ്ട്, പിന്നെ നമ്മുടെ പെട്രോളിയം ഉണ്ട്, ധാതുക്കളുണ്ട്. ഇതെല്ലാം ഏതിൻ്റെ അകത്ത് പെടുന്നതാണ്? നമ്മുടെ ലാൻഡ്, അതായത് ഭൂമി എന്ന ഘടകത്തിന്റെ അകത്ത് പെടുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. നമ്മൾ പറഞ്ഞു പ്രകൃതി വിഭവങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം നമ്മുടെ മണ്ണ്, ജലം, വായു, വനങ്ങള്, പെട്രോളിയം, ധാതുക്കള്, പിന്നെ കൽക്കരി, ഇതെല്ലാം നമ്മുടെ ലാൻഡ് എന്ന കോൺസെപ്റ്റിന്, അതായത് ലാൻഡ് എന്ന ഫാക്ടറിൻ്റെ അകത്ത് പെടുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. ഇനി ഇവിടെ കുറച്ച് സൂചകങ്ങളൊക്കെ ആ ഒരു ഭൂമി, ലാൻഡ് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ ഏതൊക്കെ വിഭവങ്ങൾ ഉൾപ്പെടും? നമ്മൾ പറഞ്ഞു മണ്ണ്, ജലം, വായു, അങ്ങനെ കൽക്കരി, പെട്രോൾ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് പെടുന്നതാണ്, ഭൂമി എന്ന ഇതിൻ്റെ അകത്ത് പെടുന്നതാണ്. ഇനി ഭൂമിയിൽ ഉൾപ്പെടുന്ന കരഭാഗത്തിന്റെ വിസ്തൃതി നമ്മുടെ ആവശ്യമനുസരിച്ച് വർദ്ധിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കൃത്യ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഭൂമി ഇരിക്കുന്നത്. നമുക്കറിയാം കൂടുതലും ജലമാണ് ഉള്ളത്, പിന്നെ ബാക്കിയുള്ള കുറച്ച് ഭാഗമാണ് നമ്മുടെ കര എന്ന് പറയുന്നത്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വിസ്തൃതി അങ്ങനെ നമ്മൾ വിസ്തൃതിപ്പെടുത്താൻ പറ്റത്തില്ല, വർദ്ധിപ്പിക്കാൻ അങ്ങനെ നമുക്ക് പറ്റില്ല. പിന്നെ ഭൂമിയിലെ കരഭാഗത്തിന് ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ കഴിയോ? അല്ലെങ്കിൽ എങ്ങനെ? അത് നമ്മുടെ രാസവളങ്ങൾ അല്ലെങ്കിൽ ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫലപുഷ്ടി കൂടുതൽ വർദ്ധിപ്പിക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് ഇങ്ങനെ നമ്മൾ സ്ഥലമൊക്കെ അളന്ന് മേടിക്കുന്ന പോലെ അങ്ങനെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഫലപുഷ്ടി നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ജൈവവളങ്ങൾ, പിന്നെ കുറച്ച് രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിർത്താൻ പറ്റും. ഇനി നോക്കിക്കേ, ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് എന്ത്? നമ്മുടെ പാട്ടം, റെന്റ്. അപ്പൊ ഭൂമിയുടെ പ്രതിഫലം, നമ്മുടെ ലാൻഡിന്റെ പ്രതിഫലമായിട്ട് വരുന്നതാണ് ഏത്? നമ്മുടെ റെന്റ് അഥവാ പാട്ടം എന്ന് പറയും. അപ്പൊ ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് ഏത്? നമ്മുടെ പാട്ടം അഥവാ റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഘടകം നമ്മുടെ പറഞ്ഞു, അതായത് ഉൽപാദനത്തിന് സഹായിക്കുന്ന മെയിൻ ആയിട്ട് 4 ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് നമ്മുടെ ഭൂമി അഥവാ ലാൻഡ്. അപ്പൊ അതിലെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞു, പ്രകൃതി വിഭവങ്ങളെല്ലാം ഉൾപ്പെടുന്നത് ഏതിലാണ്? നമ്മുടെ ഭൂമിയിലാണ് ഉൾപ്പെടുന്നത്. ആ ഭൂമിയുടെ ഒരു ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് പാട്ടം അഥവാ നമ്മുടെ റെന്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ മെയിൻ ഫാക്ടറാണ് നമ്മുടെ നമ്മുടെ തൊഴിൽ, ലേബർ. ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഉൽപാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് ഏത്? നമ്മുടെ തൊഴിൽ എന്ന് പറയുന്നത്. തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നത്, അല്ലെ? തൊഴിലാളികൾ അവർ വെറുതെ ഇരുന്ന ഒരു സാധനം ഉണ്ടാകത്തില്ല, അവർ വളരെ രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്. ആ അവരുടെ ഒരു അധ്വാന ശേഷിയാണ് ഉൽപാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഉദാഹരണം നോക്കൂ, ഒരു കയർ യൂണിറ്റിന്റെ കയർ ഉൽപാദന നിർമ്മാണ യൂണിറ്റിന്റെ ഒരു ഫോട്ടോ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളാണെങ്കിലും സിനിമയ്ക്കകത്തൊക്കെയാണെങ്കിലും കൂടുതൽ ഈ കയർ ഫാക്ടറിയുടെ നമ്മൾ കാണാറ്, അവരെന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമുക്കറിയാം മമ്മൂട്ടി ഒരു സിനിമയ്ക്കകത്ത് വെനീസ്ലി വേബരി എന്ന് തോന്നുന്നു, അതിൻ്റെ അകത്തൊക്കെ ഈ കയർ ഫാക്ടറി അതിനകത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓരോരുത്തരും ഓരോ രീതിയിലുള്ള മേഖലകളാണ്. ചിലർ ചകിരി ഈ തല്ലിയെടുക്കുന്നവരുണ്ട്, മെഷീൻ്റെ അകത്ത് ചെയ്യുന്നവരുണ്ട്, അത് ഈ പിരിച്ചിങ്ങനെ വലിച്ച് അങ്ങേയറ്റം വരെ ഇങ്ങനെ ആ നൂല് പോലെ കൊണ്ടുപോകുന്നവരുണ്ട്. പിന്നെ ഓരോ ഇത് കഴുകി വെക്കുന്നവരുണ്ട്, അതിന് കളർ അടിക്കുന്നവരുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അധ്വാനങ്ങളാണുള്ളത്. അപ്പൊ നമ്മളിപ്പം ലേബറിന്റെ കാര്യം, അതായത് തൊഴിലിന്റെ കാര്യം പറഞ്ഞത്, തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, കയർ ഉൽപാദന നിർമ്മാണത്തിന് ചകിരി അനുയോജ്യമാക്കുന്നതിന്, ആവശ്യമായ നിറങ്ങൾ ചേർക്കുന്നതിന്, യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന്, ഉൽപ്പന്ന വിതരണത്തിന്, ഇതിനെല്ലാം ഓരോരുത്തരുടെ അധ്വാന ഫലമാണ്. ഇനി ഇവിടെ തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാന ശേഷി ഉപയോഗിക്കുന്നത് കാണാം. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. നമ്മുടെ ലേബർ എന്ന് പറയുന്നതിന് ഒരു മിനിറ്റ്. ഓക്കെ, സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന്
തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായി അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മുടെ തൊഴിൽ എന്ന് പറയുന്നത്. നമുക്ക് അറിയാം, തൊഴിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്വാനം പൂർണ്ണമായിട്ട് നൽകുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ കായികപരമായിട്ടും മാനസികപരമായിട്ടും തൊഴിലാളികൾ ആ ഒരു അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെയാണ്, ഈ ഒരു സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ലേബർ അഥവാ നമ്മുടെ തൊഴിൽ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അധ്വാന ശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നു എങ്കിൽ മാത്രമേ അത് തൊഴിലാകുകയുള്ളൂ. വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാന ശേഷിക്ക് പ്രതിഫലം ലഭിക്കാത്തതിനാൽ അത് തൊഴിലായി പരിഗണിക്കാറില്ല. തൊഴിലാളി നൽകുന്ന അധ്വാന ശേഷിക്കുള്ള പ്രതിഫലം കൂലിയാണ്. ഇത് മിക്കപ്പോഴും പണമായാണ് ലഭിക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മുടെ ഭൂമിയിൽ അതിന്റെ പ്രതിഫലമായിട്ട് ലഭിക്കുന്നത് പാട്ടം, റെന്റ് എന്ന് പറഞ്ഞു. ഇനി ലേബറിൽ നമ്മുടെ തൊഴിലാളി അതിന് ലഭിക്കുന്ന പ്രതിഫലം എന്ന് നമ്മൾ എന്ത് പറയും? കൂലിയാണ്, അല്ലെ? കൂലി കൊടുക്കാൻ നമ്മൾ പറയാം. അതിന് അന്നന്നത്തെ കൂലി. നമ്മൾ ഏത് ജോലിയാണേലും അന്നുള്ള അധ്വാന ഫലം നമുക്ക് ലഭിക്കാറുണ്ട്, സാലറി നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഇതാണ് നമ്മുടെ തൊഴിലിനാണെങ്കിൽ അത് കൂലി എന്നാണ് പറയുന്നത്. അത് പണമായിട്ടാണ് നൽകുന്നത്. പിന്നെ പണത്തിന് പകരം സാധനങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. അതായത് തെങ്ങ് കയറ്റക്കാരൊക്കെ ആണെങ്കിൽ കൂടുതലും തേങ്ങ, അവർക്ക് തേങ്ങയൊക്കെ ലഭിക്കാറുണ്ട്, അല്ലെ? കൂടുതലും തെങ്ങ് കയറുന്നവർക്ക് തേങ്ങ അവർക്ക് കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ പൈസ കിട്ടുന്നവരുണ്ട്. ആ പൈസ കിട്ടുന്ന കൂടെ തന്നെ അവർ 2-3 തേങ്ങകൾ അവർ കൊണ്ടാറുണ്ട്. അപ്പൊ ജസ്റ്റ് ആ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊരു തൊഴിലിനും മനുഷ്യൻ പ്രയോഗിക്കുന്നവന്റെ അധ്വാന ശേഷിയാണ്. ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാന ശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമാകും. അത് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ആയതിനാൽ തൊഴിലാളിയുടെ അധ്വാന ശേഷി പിറ്റേ ദിവസത്തേക്കായി കരുതി വെക്കാനാവില്ല. അതുപോലെ തൊഴിലാളിയുടെ അധ്വാന ശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെ പരിശീലനത്തിലൂടെ മെച്ചപ്പെടുത്താനും കഴിയും. അപ്പൊ നമ്മൾ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കണ്ടു. ഭൂമി കണ്ടു, രണ്ടാമത് നമ്മുടെ ലേബർ, തൊഴിലും കണ്ടു. ഇനി നോക്കിയാൽ നമ്മുടെ മൂലധനം, ക്യാപിറ്റൽ. ഒരു ഉൽപ്പന്നം ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് നമ്മുടെ മൂലധനം അഥവാ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് ഏത്? നമ്മുടെ മൂലധനം എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം ആവശ്യമാണ്. നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മുടെ ഭൂമിയിലാണെങ്കിൽ ജസ്റ്റ് പ്രകൃതി വിഭവങ്ങളിൽ നമ്മൾ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾ അത് നമ്മുടെ ഭൂമിയിൽ പെടും. അതിന്റെ പ്രതിഫലത്തിൽ വരുന്നതാണ് പാട്ടം, റെന്റ് എന്ന് പറഞ്ഞു. തൊഴിലാണെങ്കിൽ നമുക്കറിയാം മനുഷ്യരുടെ അധ്വാന ശേഷി, അല്ലെ? അതിന് ലഭിക്കുന്ന പ്രതിഫലമാണ് എന്ത്? നമ്മുടെ കൂലി എന്ന് പറയുന്നത്. ഇനി ഈ ക്യാപിറ്റൽ, മൂലധനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ തൊഴിലാളികൾക്ക് വേതനം കൊടുക്കണം. പിന്നെ നമ്മളൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഒത്തിരി ഉണ്ട്. അതിനുള്ള അസംസ്കൃത വസ്തുക്കളുണ്ട്, അതിനാവശ്യമായിട്ടുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാഹചര്യങ്ങളായിക്കോട്ടെ, സ്ഥലങ്ങളായിക്കോട്ടെ, അതിനെല്ലാം ആവശ്യമായിട്ട് നമുക്കൊരു മൂലധനം വേണം. അപ്പൊ അതിനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്ന് നമ്മുടെ മൂലധനം എന്ന് പറയുന്നത്. ഇനി ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയാത്തതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്ന് അറിയപ്പെടുന്നു. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതാണ്, കാണാനും സ്പർശിക്കാനും കഴിയാത്തതുമായിട്ടുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്നറിയപ്പെടുന്നു. ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ മൂലധനത്തിൽ ഉൾപ്പെടും. നമ്മുടെ കമ്പ്യൂട്ടറുകൾ, പിന്നെ നമ്മുടെ സാധനങ്ങൾ കൊണ്ട് വാഹനങ്ങള്, പിന്നെ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ, ഇതെല്ലാം ഏതിൻ്റെ അകത്ത് പെടുന്നതാണ്? നമ്മുടെ മൂലധനത്തിനകത്ത് പെടുന്നതാണ്. ഇനി നോക്കിയേ, നോളജ് ക്യാപിറ്റൽ, വിജ്ഞാന മൂലധനം. നാം ഇന്ന് ജീവിക്കുന്നത് വിജ്ഞാന സമൂഹത്തിലാണ്. വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപാദനത്തിൽ കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. നമുക്കറിയാം ഇപ്പൊ എല്ലാം നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്ന് നമ്മൾ പറയും. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇപ്പൊ എല്ലാം പോകുന്നത്. ഇനി വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായി നടക്കുന്നത്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ ഫോണിലാണെന്ന് നമ്മൾ എപ്പോഴും പറയും. അപ്പൊ ഇന്ന് ഇന്റർനെറ്റിന്റെ യുഗമാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ പണ്ടത്തെ കാലത്ത് എല്ലാം എഴുതിയാണ് സൂക്ഷിച്ചിരുന്നത്. ഇപ്പൊ എല്ലാം നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഒരു ഒറ്റ ക്ലിക്കിൽ എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്യും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറണം. അതിനനുസരിച്ച് എന്നാൽ അധ്വാനം മാറ്റാൻ പാടില്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ മൂന്ന് ഘടകങ്ങൾ ഇപ്പൊ കണ്ടു. നമ്മുടെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഭൂമി കണ്ടു, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ കണ്ടു, LLCO. ഇനി നമ്മൾ സംഘാടനമാണ് കാണാൻ പോകുന്നത്.
അപ്പൊ അതിനു മുൻപ് നമ്മുടെ മൂലധനത്തിന്റെ സവിശേഷതകൾ നോക്കിയേ. മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. അതായത് നമ്മുടെ ഭൂമിയെയും അതുപോലെ നമ്മുടെ ലേബറിനെയും തൊഴിലിനെയും മൂലധനം സഹായിക്കുന്നുണ്ട്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. എല്ലാ ഉൽപാദന ഘടകങ്ങളെ പോലെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ്. അപ്പൊ നമുക്ക് വേണം ചുമ്മാ ഓപ്ഷൻസും ചോദിക്കാം. മൂലധനത്തിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് പാട്ടമാണോ, കൂലിയാണോ, പലിശയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, അങ്ങനെ ചോദിക്കാം. അപ്പൊ അത് ഓർത്തിരിക്കാം. മൂലധനത്തിന്റെ ആണെങ്കിൽ അതിന്റെ ഉത്തരം വരുന്നത് എന്താണ്? നമ്മുടെ പലിശയാണ്. ഭൂമിയാണെങ്കിൽ പാട്ടം, തൊഴിലാണെങ്കിൽ നമുക്ക് കൂലി, മൂലധനമാണെങ്കിൽ അതിൻ്റെത് പലിശയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂലധനത്തിന്റെ ആയിട്ട് വരുന്നത്. ഇനിയാണ് നമ്മുടെ ലാസ്റ്റത്തെ സംഘാടനം, ഓർഗനൈസേഷൻ. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടി യോജിപ്പിക്കലാണ് സംഘാടനം. ഓർഗനൈസേഷൻ, നമ്മൾ ഒരു കാര്യം ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ എല്ലാവരെയും കൂടെ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടി യോജിപ്പിക്കലാണ് നമ്മുടെ സംഘാടനം എന്ന് പറയുന്നത്. സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ഭൂമി, തൊഴില്, മൂലധനം എന്നിവയെ കൂട്ടി യോജിപ്പിക്കുന്നതാണ് ആര്? നമ്മുടെ സംഘാടനം. ആ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട് കണ്ടോ. ഭൂമിയെയും തൊഴിലിനെയും മൂലധനത്തിനെയും ഒറ്റയടിക്ക് കൂട്ടി യോജിപ്പിക്കുന്നതാണ് നമ്മുടെ സംഘാടനം. സംഘാടനത്തിലൂടെ ഉൽപാദനത്തിലൂടെ നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടുന്നു, ഉൽപ്പന്നം ലഭിക്കുന്നു. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൽ സംഘാടകന്റെ പങ്ക് എന്തെന്ന് വ്യക്തമാക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചിത്രം വിശകലനം ചെയ്താൽ ഉൽപാദന പ്രക്രിയയിൽ നിർണായക സ്ഥാനമാണ് സംഘാടകന് ഉള്ളതെന്ന് കണ്ടെത്താമല്ലോ. ഒരു ഉൽപാദന ഘടകം എന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലം എന്താണ്? ലാഭമാണ്. കിട്ടിയോ? നിങ്ങളത് കണ്ടോ? ലാഭം എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? അതായത് പ്രോഫിറ്റ് ആണ് നമ്മുടെ സംഘാടനത്തിന്റെ പ്രതിഫലവും ലഭിക്കുന്നത്. അപ്പൊ 4 എണ്ണത്തിനും ഓരോരോ പ്രതിഫലങ്ങളുണ്ട്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. നമ്മുടെ ഭൂമി, ലാൻഡ് ആണ് എന്തായിരുന്നു? നമ്മുടെ റെന്റ് ആയിരുന്നു അതിന്റെ പ്രതിഫലം. അതായത് പാട്ടമായിരുന്നു അതിന്റെ പ്രതിഫലം എന്ന രീതിയിൽ വരുന്നത്. ഇനി ലേബർ ആണെങ്കിലോ, സ്ക്രീൻ ചെറുതായതുകൊണ്ട് കേട്ടോ നിങ്ങൾക്ക് മേളിൽ കിടക്കുന്നത് കാണാൻ പറ്റാതെ. ലേബർ ആണെങ്കിൽ അത് നമ്മുടെ കൂലിയായിരുന്നു അല്ലെ. അത് പണമായിക്കോട്ടെ, സാധനങ്ങളായിക്കോട്ടെ, എന്ത് വേണേലും ആകാം. ലേബർ ആണെങ്കിൽ കൂലിയായിരുന്നു. പിന്നെ നമ്മളിപ്പോ കണ്ട നമ്മുടെ ലേബറിലെ തൊഴിൽ നമ്മള് മൂന്നാമത് കണ്ട നമ്മുടെ ക്യാപിറ്റൽ അല്ലെ, മൂലധനമാണെങ്കിൽ അതിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മുടെ പലിശയായിരുന്നു. മൂലധനത്തിന് പലിശയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇപ്പൊ നമ്മുടെ കണ്ട ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘാടനത്തിന്റെ പ്രതിഫലമാണെങ്കിൽ അതിന്റെ ഏതാ വരുന്നത്? ലാഭമാണ് അതിന്റെ പ്രതിഫലം എന്ന് വരുന്നത്. അപ്പൊ ഈ 4 എണ്ണത്തിന്റെ ആ പ്രതിഫലങ്ങൾ അത് ഓർത്തിരിക്കാൻ ഇത് കാണാമല്ലോ അല്ലെ. ജസ്റ്റ് സൂം ഔട്ട് ചെയ്തപ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഇത് കുറവായിരിക്കും, കാണാൻ പറ്റത്തില്ലായിരിക്കും. നോക്കിക്കേ, ലാൻഡിന്റെ ആണെങ്കിൽ പാട്ടം, ഭൂമിയുടെ ആണെങ്കിൽ പാട്ടം, തൊഴിലിന്റെ ആണെങ്കിൽ കൂലി, മൂലധനമാണെങ്കിൽ പലിശ, നമ്മുടെ സംഘാടനത്തിന്റെ പ്രതിഫലമാണെങ്കിൽ അത് ലാഭമാണ്. അപ്പൊ കിട്ടിയോ? ഈ 4 എണ്ണത്തിന്റെയും പ്രതിഫലം ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ജസ്റ്റ് മാറിപ്പോകാൻ തന്നെ ഓർത്തിരിക്കുക കേട്ടോ. ഭൂമിയാണെങ്കിൽ പാട്ടം, തൊഴിലാണെങ്കിൽ കൂലി, നമ്മുടെ മൂലധനമാണെങ്കിൽ എന്തായിരുന്നു? പലിശ, സംഘാടനമാണ് മെയിൻ ഇമ്പോർട്ടന്റ്. ഈ 3 എണ്ണത്തിനെയും കൂടെ കൂട്ടി ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്ന സംഘാടനം, അതിന്റെ പ്രതിഫലമാണ് ഏത്? നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. അപ്പൊ സംഘാടനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇവിടെ കുറച്ച് സൂചനകൾ നമ്മൾ സംഘാടകന്റെ ലക്ഷ്യം എന്താ? സംഘാടകന്റെ ലക്ഷ്യം നമ്മൾ ഇപ്പൊ കണ്ടു. ഉൽപാദനത്തിൽ നിന്ന് പുതിയ ഉൽപ്പന്നം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സംഘാടകന്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. പിന്നെ ഉൽപ്പന്ന നിർമ്മാണത്തിൽ സംഘാടകന്റെ ഉത്തരവാദിത്വം കൂടിയേ തീരൂ. പിന്നെ സംഘാടകൻ കൂട്ടി യോജിപ്പിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാ? ഭൂമി, തൊഴില്, മൂലധനം. ഇവ 3ഉം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് സംഘാടനം നടക്കുന്നത് തന്നെ. അപ്പൊ ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴില്, മൂലധനം എന്നിവ കൂട്ടി യോജിപ്പിക്കലാണ് നമ്മുടെ സംഘാടനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി സംഘാടകന്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ നമ്മൾ പറഞ്ഞു, പരിശീലനങ്ങൾ നൽകി നമ്മൾ അവരുടെ കഴിവുകളൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉൽപാദനവും അതുവഴി ഉൽപ്പന്നവും രൂപപ്പെടും. വ്യക്തികളുടെ ആവശ്യ പൂർത്തീകരണത്തിന് ഉൽപ്പന്നങ്ങൾ അനിവാര്യമാകുന്നതിനാൽ ഉൽപാദനം എന്ന പ്രക്രിയ നിരന്തരമാകുന്നു. ഉൽപാദനം എന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനവും നിരന്തരമായി തുടരുന്ന ഒരു പ്രക്രിയയുമാണ്. ഈ പ്രക്രിയ എങ്ങനെ നിരന്തരമാകുന്നു എന്ന് നമുക്കറിയാം. അല്ലാതെ ഒരു സാധനം ഉണ്ടാക്കി ആ സാധനം അവിടെ കൊണ്ട് നമ്മൾ നിർത്തുവല്ല, അത് വീണ്ടും വീണ്ടും
പ്രോസസ്സ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്നൊരു ചെരുപ്പ് ഉണ്ടാക്കി, ഇന്നത്തെ പീരീഡ് അങ്ങനെയല്ല, ആ ചെരുപ്പ് കൊണ്ട് തീർന്നു, ഇന്ന് നമ്മൾ ചെരുപ്പ് ഉണ്ടാക്കുന്നില്ല എന്നുള്ള രീതിയല്ല. വീണ്ടും വീണ്ടും നമ്മൾ പുതിയ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പുതിയ വെറൈറ്റീസ് നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നു. പുതിയ കാര്യങ്ങൾ, പുതിയ അസംസ്കൃത വസ്തുക്കളും പുതിയ കാര്യങ്ങൾ, പുതിയ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ന്യൂ ഐഡിയാസിൽ അല്ലെങ്കിൽ ന്യൂ വെറൈറ്റീസിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുവാണ്. അപ്പൊ അതൊരു നിരന്തരമായിട്ടുള്ളൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ പറയുക ഒരു സൈക്ലിംഗ് പ്രോസസ്സ് എന്ന രീതിയിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണ്. അപ്പൊ അതെങ്ങനെ നടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് ഗാർഹിക യൂണിറ്റ്, ഉൽപാദന യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് സാധനങ്ങൾക്ക് സേവനങ്ങൾക്കുള്ള വില, പിന്നെ ഉൽപാദന ഘടകങ്ങൾ, അത് വീണ്ടും ഉൽപാദന യൂണിറ്റിൽ നിന്ന് ഗാർഹിക യൂണിറ്റിലേക്ക് വരുന്നത് നമ്മുടെ വീടുകളിൽ വരുന്നു. പിന്നെ വീടുകളിൽ നമ്മൾ ആ സാധനങ്ങൾ നമ്മൾ ഒരു വേസ്റ്റ് ആയിട്ട് കളയുന്നു, അല്ലെങ്കിൽ നമ്മൾ റീയൂസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയൂല. അപ്പൊ ആ ഒരു രീതിയിൽ പിന്നെയും അത് ഉൽപാദന യൂണിറ്റിലേക്ക് പോകുന്നു, പിന്നെയും വീണ്ടും നമ്മുടെ വീടുകളിൽ എത്തുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു സൈക്ലിക് പ്രോസസ്സിലാണ് നമ്മുടെ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം. നമുക്ക് നോക്കാം. ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റാണ്. അപ്പം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കറിയാം ഉൽപാദന യൂണിറ്റ് ആണ്. ഇനി അത് ഉപയോഗിക്കുന്ന ആരാ? അതാണ് നമ്മുടെ ഗാർഹിക യൂണിറ്റ്. മനുഷ്യൻ ആവശ്യ പൂർത്തീകരണത്തിനാണല്ലോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ലെ? നമുക്കറിയാം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓരോ സാധനങ്ങളും, അത് ചീപ്പായിക്കോട്ടെ, കണ്ണാടി ആയിക്കോട്ടെ, സോപ്പ് ആയിക്കോട്ടെ, പേസ്റ്റ് ആയിക്കോട്ടെ, എന്ത് സാധനങ്ങളും അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് നിർമ്മിക്കുന്നത് നമ്മുടെ ഈ ഉൽപാദന യൂണിറ്റിലും, അത് നമ്മുടെ ഉപയോഗിക്കുന്ന ഏതാണ്? നമ്മുടെ ഗാർഹിക യൂണിറ്റിലുമാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിരവധിയാണ്. ഒരാവശ്യം നിറവേറ്റുമ്പോൾ പുതിയ ആവശ്യം ഉണ്ടാകും. ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായിട്ട് വരും. അപ്പോൾ അവ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരും, അല്ലെ? ഇനി നമ്മളിപ്പോ കണ്ട ആ ഒരു ചിത്രത്തിൽ നിന്ന് വിശകലനം ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റ് ആണ്. അതായത് ഉൽപാദന യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള ഭൂമി, തൊഴില്, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഗാർഹിക യൂണിറ്റ് ആണ്. ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു. അതായത് ഗാർഹിക യൂണിറ്റ് ഭൂമി കൊടുക്കുന്നുണ്ട്, തൊഴിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ക്യാപിറ്റൽ, പിന്നെ നമ്മുടെ ഓർഗനൈസേഷൻ ഒക്കെ നമ്മുടെ ഗാർഹിക യൂണിറ്റ് നൽകുന്നു. അതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം ആരാ തരുന്നത്? അത് നമ്മുടെ ഉൽപാദന യൂണിറ്റ്, നമ്മുടെ പാട്ടം, കൂലി, പിന്നെ നമ്മുടെ ലാഭം, പലിശ, ഇതെല്ലാം ആരാ തരുന്നത്? ഉൽപാദന യൂണിറ്റ് ആണ് തരുന്നത്. അതായത് ഇവിടുന്ന് ഒരാൾ സാധനം ഇത് കൊടുക്കുമ്പോൾ മറ്റേയാൾ അതിന്റെ പ്രതിഫലം ലഭിക്കുന്നു. നമ്മുടെ ഒരു ബാർട്ടർ സിസ്റ്റം എന്നൊക്കെ പോലെ, ബാർട്ടർ സിസ്റ്റം എന്ന് പറയത്തില്ല, ഇവിടുന്ന് ഒരു സാധനം കൊടുത്തു, അപ്പൊ അതിന്റെ പ്രതിഫലം മറ്റേയാൾ തരുന്നുണ്ട്, പിന്നെ ഇയാൾ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിന്റെ ഒരു പ്രതിഫലം ഇങ്ങോട്ട് ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ ഒരു സൈക്കിൾ പോകുന്നത്. ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് വില പണമായി നൽകുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു സാധനങ്ങൾ നമ്മൾ മേടിച്ചാൽ അതിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന എന്താണ്? വിലയാണ്. അതിനൊരു റേറ്റ് ഉണ്ട്, അതിനൊരു പ്രൈസ് ഉണ്ട്, അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു സൈക്ലിക് പ്രോസസ്സിനെ ജസ്റ്റ് ഒന്ന് വിശദീകരിച്ച് തന്നിട്ടുള്ളതാണ്. ഇങ്ങനെ ഉൽപാദനവും ഉപഭോഗവും നിരന്തരമായി തുടരുന്നതിനാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിലാകും. അപ്പൊ ജസ്റ്റ് ആ ഒരു സൈക്ലിക് പ്രോസസ് നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഒരു ചാക്രിക പ്രവാഹം എങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഗാർഹിക യൂണിറ്റ് ആയി ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ഭൂമി അല്ലെങ്കിൽ നമ്മുടെ തൊഴില്, മൂലധനം, ഇവയെല്ലാം നമ്മൾ നൽകുമ്പോൾ ഉൽപാദന യൂണിറ്റ് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ആണ്, ഉൽപ്പന്നമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള പ്രതിഫലങ്ങളായത് നമുക്ക് ലാഭമായിക്കോട്ടെ, പലിശ ആയിക്കോട്ടെ, പാട്ടമായിക്കോട്ടെ, അത് കൂലി ആയിക്കോട്ടെ, അത് നമുക്ക് ഉൽപാദന യൂണിറ്റ് നമുക്ക് തരുന്നു. അപ്പൊ ഇതൊരു സൈക്ലിക് പ്രോസസ് ആയിട്ടാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. അപ്പൊ ജസ്റ്റ് അത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. എങ്ങനെയാണ് ഈ ഒരു സൈക്കിളിലാണ് അത് പോകുന്നത് തന്നെ. ഇനി ഇവിടെ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട്, ഒരു ഉൽപാദന ഘടകങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നോക്കിക്കേ, എന്തൊക്കെയാണ് ഉൽപാദന ഘടകങ്ങൾ? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ 4 ഭൂമി, തൊഴില്, മൂലധനം, സംഘാടനം, ഇതെല്ലാം കൂടി ഒരു ഉൽപാദന പ്രക്രിയയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഷോർട്ടായിട്ട്, വളരെ ഷോർട്ടായിട്ട് ആ ഒരു ഫ്ലോ ചാർട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു യൂണിറ്റിന്റെ അകത്ത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് ഈ പേര് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. പിന്നെ അതിന്റെ പ്രതിഫലം ഞാൻ ആ സൈഡിൽ എഴുതിയില്ലായിരുന്നു, ഏതൊക്കെയാണ് ലഭിക്കുന്നെന്നുള്ളത്, അതും ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ ചിലപ്പോൾ ഡെഫിനിഷൻ പോലെ ചോദിക്കാം,
എന്നാ ഈ ഘടകങ്ങൾ ഇത് ഏതാണ്, ഇത് എന്തിനെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിയാണോ തൊഴിലാണോ എന്താണ് സൂചിപ്പിക്കുന്നത്, അത് വായിച്ചു നോക്കി മനസ്സിലാക്കി ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത് കൂടുതലായിട്ടും വൺ വേർഡ് എന്ന രീതിയിലായിരിക്കും വരിക. ഈ ഒരു ഫാക്ടേഴ്സ് 4 ഘടകങ്ങൾ, ഉൽപാദന ഘടകങ്ങളുടെ ഏതൊക്കെയാണ് 4 എണ്ണം എന്നുള്ളത്. ഉൽപാദനത്തിന് സഹായിക്കുന്ന 4 ഘടകങ്ങൾ LLOC അങ്ങനെ ഓർത്താൽ മതി. സോറി LLCO അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഓർഗനൈസേഷൻ എന്നുള്ളത്. ഈ 3 എണ്ണത്തിനെയും കൂടെ കൂട്ടി യോജിപ്പിച്ച് പോകുന്നതാണ് നമ്മുടെ സംഘാടനം. ഇതുവഴി ആ ഒരു പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു പ്രൊഡക്റ്റ് കിട്ടും. അതിപ്പോ എന്തും ആയിക്കോട്ടെ, ഡ്രസ്സിന്റെ ആയിക്കോട്ടെ, ഫുഡിന്റെ ആയിക്കോട്ടെ, നമ്മുടെ വീട് നിർമ്മിക്കുന്ന ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, ആ ഒരു രീതിയിലാണ് ഒരു പ്രോസസ്സ് കടന്നു പോകുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിന്റെ അകത്ത് ഉള്ളത്. നമ്മൾ ഫസ്റ്റ് ആദ്യം നമ്മുടെ കേരളം മണ്ണും മഴയും മണ്ണും മനുഷ്യൻ, നമ്മൾ ആ ഒരു യൂണിറ്റിന്റെ അകത്ത് കേരളത്തിന്റെ ഭൂപ്രകൃതി അതിന്റെ സവിശേഷതകൾ കണ്ടു. പിന്നെ ഈ ഒരു യൂണിറ്റിന്റെ അകത്ത് നമ്മുടെ ഉൽപാദന പ്രക്രിയ, എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ നിർമ്മിക്കുന്ന അതിന്റെ പ്രക്രിയകൾ എങ്ങനെയാ, ഏതൊരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇത്രയാണ് ഈ 2 യൂണിറ്റിന്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയും കൊണ്ട് നിർത്താട്ടോ. അടുത്ത് കാണുമെന്ന് എനിക്കറിയാം. അപ്പൊ ഈ ഒരു 2 യൂണിറ്റിന്റെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 യൂണിറ്റുകൾ വളരെ ചെറുതാണ്. ഞാൻ ഒന്നുകൂടെ ഇത് ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. നിങ്ങൾ വായിച്ചു നോക്കാം, നോട്ട് എഴുതി തന്നെ പഠിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണ്. നമുക്ക് ഇന്ന് ക്ലാസ് നിർത്താം കേട്ടോ. അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ട് കിടക്കണേ. നമുക്ക് സമയം വളരെ കുറവാണ്. ഓക്കെ, അങ്ങനെ താങ്ക് യു, ഗുഡ് നൈറ്റ്. എല്ലാവരും പഠിച്ചിട്ട് എടുക്കാം കേട്ടോ.